സാധാരണക്കാരായ പ്രവാസികൾക്ക് ആശ്വാസമേകിക്കൊണ്ട് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള കപ്പൽ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സഹകരണ മന്ത്രി വി.എൻ. വാസവൻ. ഗൾഫ് പ്രവാസികൾ ഏറെ നാളായി ആവശ്യമുയർത്തുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണിത്. സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സഹകരണ വകുപ്പിന്റെ 12 ടൺ വരുന്ന മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ വല്ലാർപാടം ടെർമിനലിൽ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രവാസികൾ വളരെയധികം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പദ്ധതികളിൽ ഒന്നാണിത്. 2 ഏജൻസികളെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തുവെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. 12 കോടി രൂപ ആദ്യഘട്ടത്തിൽ ഇതിനായി ചിലവിടുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് യാത്രാ കപ്പൽ സർവീസിന്റെ സാധ്യതകൾ തേടി കേരള മാരിടൈം ബോർഡ് കൊച്ചിയിൽ ചർച്ച നടത്തിയിരുന്നു. സാധാരണക്കാരായ പ്രവാസികൾക്ക് വിമാനയാത്രയേക്കാൾ താഴ്ന്ന നിരക്കിൽ പോകാവുന്ന സർവീസാണ് ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞം, ബേപ്പൂർ, കൊല്ലം, അഴീക്കൽ തുറമുഖങ്ങളിൽ എത്താവുന്ന വിധം സർവീസ് ക്രമീകരിക്കാനാണ് ലക്ഷ്യം. 1200 പേരെയെങ്കിലും ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള കപ്പലുകളാണ് സർവീസിനായി പരിഗണിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ വലിയ മാറ്റമുണ്ടാവുമെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നത്. മുൻപ് 2011 പരീക്ഷണാടിസ്ഥാനത്തിൽ കപ്പൽ സർവീസ് നടത്തിയിരുന്നുവെങ്കിലും അത് വിജയിക്കാതെ വന്നതോടെ നിർത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിമാന ടിക്കറ്റുകളുടെ വർധനവ് തന്നെയാണ് ഈ കപ്പൽ യാത്രയെ സംബന്ധിച്ചുള്ള ഏറ്റവും അനുകൂല ഘടകം. ഇത് വിജയിച്ചാൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദുബായ് കൊച്ചി കപ്പൽ യാത്രയ്ക്ക് കുറഞ്ഞത് 3 ദിവസം വേണമെന്നതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ ന്യൂനത. അടിയന്തര ലീവ് എടുത്ത് നാട്ടിലേക്ക് പുറപ്പെടുന്നവർക്ക് സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. 3 ദിവസം നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി തന്നെ ചിലവിടേണ്ടി വരും. എന്നാൽ 200 കിലോയോളം ലഗേജ് ഒരാൾക്ക് മാത്രം കൊണ്ടുവരാം എന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഗുണം. ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ ഈ സർവീസിന് കഴിയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ടൂറിസത്തിന് കേരളത്തിലേക്ക് എത്തുന്ന വിദേശികൾ അടക്കമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ യാത്രയ്ക്ക് അവസരമൊരുക്കുന്നത് ഗുണമാവും എന്നാണ് പ്രതീക്ഷ. കൂടാതെ അവധിക്കാലത്ത് ഉൾപ്പെടെ കുടുംബസമേതം ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും ഇത് ഗുണം ചെയ്യും. കപ്പൽ യാത്രയ്ക്ക് 10,000 രൂപയാണ് ടിക്കറ്റ്. ഒരു ട്രിപ്പിൽ 1250 പേർക്ക് യാത്ര ചെയ്യാം. 3 ദിവസത്തെ യാത്ര, വിഭവസമൃദ്ധമായ ഭക്ഷണം എന്നിവയാണ് യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് സർവീസ് നടത്തുക. വിജയകരമായാൽ മാസത്തിൽ 2 ട്രിപ്പുകൾ നടത്താനാണ് പദ്ധതി. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ, ആനന്ദപുരം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുൾപ്പെടെ വിവിധ പങ്കാളികളുമായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചർച്ചകളും പ്രവർത്തനങ്ങളും നടത്തിയതിന്റെ ഫലമായാണ് കപ്പൽ യാത്ര യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത്. ബേപ്പൂർ, കൊച്ചി തുറമുഖങ്ങൾ മുതൽ ദുബായിലെ മിന, അൽ റാഷിദ് തുറമുഖം വരെയുള്ള പാസഞ്ചർ ക്രൂയിസ് കപ്പൽ പ്രവർത്തനങ്ങളുടെ സാധ്യതാ പഠനം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി വി. മുരളീധരനും മുഖേന കേന്ദ്രത്തിനും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ സർവീസ് ആരംഭിച്ചുവെങ്കിലും അത് അധികകാലം നീണ്ടുനിന്നിരുന്നില്ല. ഏതായാലും പുതിയ കപ്പൽ സർവീസിനെ വളരെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത്.